അവണി പറഞ്ഞതുപോലെ തന്നെ 58 ദശലക്ഷം ഡോളറാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ 558 കോടി രൂപ. ഇത്രയധികം രൂപ പാരിതോഷികം നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പാരിതോഷികം നൽകാനുള്ള ഒരു ബിൽ ഇറാൻ പാർലമെന്റിന്റെ പരിഗണനയിലാണെന്നാണ് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ഇബ്രാഹിം അസീസി പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാര നടപടി എന്നോണം തന്നെയാണ്. ഇതിനു മുന്നേയും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ, സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പല ഗ്രൂപ്പുകളും അവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും ഔപചാരികപരമായി പാർലമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇതാദ്യമായിട്ടാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ അഡ്മിറൽ കൂടിയായിട്ടുള്ള ബ്രാഡ് കൂപ്പറിന് ഉൾപ്പെടെയാണ് ഇത്തരത്തിലൊരു തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. പരമോന്നത നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഈ 3 പേർ ചേർന്ന് പദ്ധതിയിട്ടെന്നും ഇവർക്ക് നേരിട്ട് ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടെന്നും അതുകൊണ്ട് അവർക്കുള്ള തിരിച്ചടിയും നടപടിയും ഒരേ സമയം തന്നെ നേരിടേണ്ടി വരുമെന്നാണ് അസീസിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, കുട്ടികളെ കൊല്ലുന്ന നെതന്യാഹുവിനെ അത് ഉറപ്പായി നരകത്തിലേക്ക് അയക്കണം. ചൂതാട്ടക്കാരനായിട്ടുള്ള ട്രംപിനെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല. ഇതിന്റെ ദൈവത്തിന്റെ ശിക്ഷ അത് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് തന്നെ ആയിരുന്നാലും, അത് വ്യക്തികളായിരുന്നാലും അത് സ്ഥാപനങ്ങളായിരുന്നാലും ഉറപ്പായും അവർക്കുള്ള പാരിതോഷികം അത് കൃത്യമായി എത്തിക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ഇതുകൂടാതെ തന്നെ ഇതിനു മുന്നും സമാനമായിട്ടുള്ള സൂചനകൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. കിൽ ട്രംപ് എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രഖ്യാപനത്തിലും സമാനമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപിനെ കൊല്ലുന്നവർക്ക് ഇത്തരത്തിലുള്ള പാരിതോഷികം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് ഇറാനിയൻ ഏജൻസികൾക്കെതിരെയും അതുപോലെ ഇതുപോലുള്ള ചെറു ഗ്രൂപ്പുകൾക്കെതിരെയും അമേരിക്കയും സമാനമായിട്ടുള്ള പാരിതോഷികം പ്രഖ്യാപിക്കുന്നതും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കുന്നതും ഒരു സ്ഥിര നടപടിയായി തന്നെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും ഇങ്ങനെ ഒരു തലയ്ക്ക് വിലയിടുന്ന രീതിയിലേക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കനത്ത രീതിയിൽ തന്നെ ട്രംപിനെ പ്രകോപിപ്പിക്കും. അമേരിക്കയിൽ ഇത് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഇറാന്റെ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം അമേരിക്ക നീക്കിയേക്കുമെന്ന സൂചന നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം കൂടി സംഭവിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അണവായുധ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ഒരു സൂചന കൂടി ഈ ഒരു ഘട്ടത്തിൽ കണ്ടതായിരുന്നു. അതിനൊക്കെ വലിയൊരു വിലങ്ങുതടിയായി ഈ ഒരു പാരിതോഷിക പ്രഖ്യാപനം മാറുമോ എന്നുള്ള ആശങ്കയിലാണ് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരുന്നാലും തൽക്കാലത്തേക്ക് ഉപരോധം നീക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സന്നദ്ധത അമേരിക്ക അറിയിച്ചതായി കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്ന എത്ര കാലമായിരുന്നാലും അത്രയും കാലം ഉപരോധത്തിന് ഒരു ഇളവ് അനുവദിച്ചുകൊണ്ട് താൽക്കാലിക വിരാമം എന്ന രീതിയിൽ പിന്നോട്ട് പോകാമെന്നാണ് കരുതിയിരുന്നത്. അതോടൊപ്പം തന്നെ താൽക്കാലിക വെടിനിർത്തലിനൊക്കെ തന്നെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന സംശയം അടക്കം ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ്, അതായത് ഇതുവരെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉപരോധ ഇളവിലേക്ക് അമേരിക്ക തന്നെ സമ്മതിച്ചതായിട്ടുള്ള ചില സൂചനകൾ കിട്ടുന്നത്. പക്ഷേ ഔപചാരികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചില സൂചനകൾ മാത്രമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്നിരുന്നാലും ചൈന ഇതിനു മുന്നേ നമുക്കറിയാവുന്നതാണ്, ബീജിംഗിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം പ്രത്യേകിച്ച് യാതൊരുവിധ തീരുമാനവുമായിട്ടില്ല എന്ന് പറയുന്നെങ്കിലും തായ്വാന് മേലുള്ള ഒരു കടന്നുകയറ്റത്തെ അത് ചെറുതാക്കി കാണുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പുറത്തു വന്നിരുന്നു. അമേരിക്ക തായ്വാൻ ഒരു താക്കീത് കൊടുക്കുന്നത് പോലുള്ള ചില സൂചനകൾ കണ്ടിരുന്നു. ദൂരം ഏറെയാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായിരുന്നാലും അമേരിക്കയും ചൈനയും വ്യാപാര നിക്ഷേപ ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സൂചന നൽകിയിരുന്നു. ഇതൊക്കെ പരിഗണിക്കുമ്പോഴാണ് അമേരിക്ക ഈ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കാം, പൂർണ്ണ വിരാമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാമെന്നുള്ള ഒരു തലത്തിലേക്ക് പോയത്. അമേരിക്ക ആയിരുന്നാലും ഇറാൻ ആയിരുന്നാലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പിന്നോട്ട് പോവുകയല്ലാതെ ഈ യുദ്ധത്തിന് ഒരു അവസാനം കാണാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. ഇത് ഇരു രാജ്യങ്ങൾക്കും ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അമേരിക്ക തുടങ്ങി വെച്ച ഈ യുദ്ധം അത് അവസാനിപ്പിക്കേണ്ടത് ഇറാനാണ്. എന്ന് അവസാനിപ്പിക്കണമെന്നുള്ളത് ഇനി അമേരിക്ക അല്ല തീരുമാനിക്കേണ്ടത് എന്ന രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് വീണ്ടും ട്രംപിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇത് ഈ യുദ്ധത്തിന്റെ ഗതിയെ, പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആശങ്ക അടക്കമാണ് നിലവിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ആദ്യത്തെ നിലവിലെ ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ? അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കരുത് എന്നുള്ള കർശനമായ ഒരു താക്കീത് കിട്ടിയിട്ടുണ്ട് ഇറാന്. ആ ഒരു താക്കീത് അനുസരിച്ചുകൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം
ഗൾഫ് രാജ്യങ്ങളിൽ ഇനിയൊരു അസ്ഥിരത സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുക വളരെ ദുഷ്കരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇറാനുമേലുള്ള ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ തന്നെ തകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് മേലുള്ള ഒരു പ്രകോപനം എന്ന രീതിയിൽ അതല്ലെങ്കിൽ തിരിച്ചടി എന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള ഡ്രോൺ വർഷവും അതുപോലെ മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞാൽ അത് സാരമായ ബുദ്ധിമുട്ടുകൾക്ക് വഴിതെളിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടവും ഏകദേശം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി അത്തരത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇറാൻ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സമാധാന ചർച്ചകളും സമവായവും മാത്രമായിരിക്കും, അതല്ലാതെ ആയുധമെടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണ രീതിയിലേക്ക് കടക്കില്ല എന്നുള്ളൊരു സൂചനയടക്കം നിലവിൽ ഇറാൻ നൽകിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമുസിന് മേലുള്ള നിബന്ധനകളും അതുപോലെ തന്നെ നിരോധനങ്ങളും ഒക്കെ തന്നെ ഉപരോധവും ഒക്കെ തന്നെ നീക്കാനുള്ള ഒരു ചർച്ചയിലേക്ക് അടക്കം കടക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു സാധ്യത വഴിയുണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അടക്കം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ UAE സംബന്ധിച്ചും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചും അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാണ് കടന്നു വരുന്നതെന്ന് വേണം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.